നമസ്കാരം. നമ്മുടെ കേരളത്തിൽ നിന്നും പഴനിയിലേക്ക് ട്രെയിനിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് പോകുന്ന എല്ലാ ട്രെയിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് ട്രെയിൻ ടിക്കറ്റ് ചാർജ്, ഏതൊക്കെ സ്റ്റേഷൻസിൽ നമ്മുടെ ട്രെയിൻ നിർത്തും, എത്ര മണിക്ക് ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും എത്തും, അങ്ങനെ വ്യക്തമായി എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു ലൈക്ക് തന്നെ സഹായിക്കണേ. അപ്പോൾ നമുക്കിനി കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് പോകുന്ന ട്രെയിനുകളെ പറ്റി അറിയാം. ഇവനാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ നമ്പർ 163-43 അമൃത എക്സ്പ്രസ്. ഈ ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. ഇത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്നാണ് ആരംഭിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ മധുരൈ വഴി പോകുന്ന ഈ ട്രെയിനിലാണ് നമുക്ക് കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് പോകാൻ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രെയിൻ. ഇതെല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഒരു 6:50 അല്ലെങ്കിൽ 6:45 നമ്മുടെ പഴനിയിലേക്ക് എത്തിച്ചേരും. ഈ ട്രെയിൻ ശരിക്കും തിരുവനന്തപുരത്ത് നിന്ന് പഴനി വഴി മധുരൈ പോകുന്ന ട്രെയിനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഈ ട്രെയിൻ സർവീസ്. അപ്പോഴത്തേക്കിന് ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാനൊന്ന് പറഞ്ഞുതരാം. തിരുവനന്തപുരം സെൻട്രൽ നിന്ന് 8:30 എടുക്കുന്ന ഈ ട്രെയിൻ, രാത്രി 8:30 എടുക്കുന്ന ട്രെയിൻ, പിന്നെ കഴക്കൂട്ടത്ത് സ്റ്റോപ്പുണ്ട്. 8:45 നമ്മുടെ ട്രെയിൻ അവിടെ എത്തും, അതായത് അമൃത എക്സ്പ്രസ്. ആ കഴക്കൂട്ടത്ത് എത്തിയതിന് ശേഷം പിന്നെ 9:10 വർക്കല ശിവഗിരിയിലും, 9:30 കൊല്ലം ജംഗ്ഷനിലും, 10 മണിക്ക് കരുനാഗപ്പള്ളിയിലും, 10:15 കായംകുളം ജംഗ്ഷനിലും, 10:30 മാവേലിക്കരയിലും, 10:40 ചെങ്ങന്നൂരും, 10:50 തിരുവല്ലയിലും, 11 മണിക്ക് ചങ്ങനാശ്ശേരിയിലും, രാത്രി 11:20 കോട്ടയത്തും. ശ്രദ്ധിക്കുക, കോട്ടയം വഴിയാണ് നമ്മുടെ അമൃത എക്സ്പ്രസ് യാത്ര ചെയ്യുന്നത്. പിന്നീട് 12:40 വെളുപ്പിനെ 12:40 എറണാകുളം ടൗണിലേക്ക് എത്തിച്ചേരും. എറണാകുളം സൗത്തിൽ നമ്മുടെ ട്രെയിൻ ഇല്ല. പിന്നെ 12:56 ഇടപ്പള്ളിയിൽ സ്റ്റോപ്പുണ്ട്. 1:10 ആലുവയിൽ സ്റ്റോപ്പുണ്ട്. 2:20 വെളുപ്പിനെ തൃശ്ശൂർ സ്റ്റോപ്പുണ്ട്. അതിനുശേഷം 2:59 ഒറ്റപ്പാലത്ത് സ്റ്റോപ്പുണ്ട്. അതിനുശേഷം നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പുള്ളത് 3:40 പാലക്കാട് ജംഗ്ഷനിലും, 4:15 പാലക്കാട് ടൗൺ, 4:40 കൊല്ലങ്കോടാണ്. അങ്ങനെ ഇത്രയും സ്ഥലത്താണ് കേരളത്തിൽ അമൃത എക്സ്പ്രസ്സിന് സ്റ്റോപ്പുകളുള്ളത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി നമുക്ക് ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജിനെ പറ്റിയിട്ട് ഒന്നറിയാം. അമൃത എക്സ്പ്രസ്സിന് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റിന് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പഴനി വരെ 160 രൂപയാണ്. സ്ലീപ്പറിന് 295 രൂപയും, തേർഡ് എ സിക്ക് 790 രൂപയും, സെക്കൻഡ് എ സിക്ക് 1120 രൂപയാണ് നമ്മുടെ അമൃത എക്സ്പ്രസ്സിന് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 163-44 ആയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് പളനിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 4:55 വെളുപ്പിനെ 4:55 നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അമൃത എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും നടത്തുന്നുണ്ട്, തിരിച്ചും നടത്തുന്നുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇവനാണ് നമ്മൾക്ക് കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് പോകാനായിട്ടുള്ള ചൂസ് ചെയ്യാൻ പറ്റിയ ബെറ്റർ ട്രെയിനിലെ ആദ്യത്തെ ട്രെയിൻ. ഇതേ കണ്ടില്ലേ, ഇവനാണ് നമ്മുടെ അടുത്ത ട്രെയിൻ നമ്പർ 167-31 പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ്സും നമുക്ക് കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് പോകാൻ ഉപയോഗപ്പെടുന്ന നല്ലൊരു ട്രെയിനാണ്. ഈ ട്രെയിൻ അൺറിസർവ്ഡ് ആയിട്ടുള്ള ട്രെയിനാണ്. ഈ ട്രെയിൻ എല്ലാ ദിവസവും നമ്മുടെ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് രാവിലെ 6 മണിക്ക് എടുക്കുന്ന ട്രെയിനാണ് കേട്ടോ. ഇതൊരു 8:10 ആകുമ്പോഴത്തേക്കും നമ്മുടെ പഴനിയിലേക്ക് എത്തിച്ചേരും. പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് രാവിലെ 6 മണിക്ക് എടുക്കുന്ന ട്രെയിൻ ഒരു 6:10 ആകുമ്പോൾ പാലക്കാട് ടൗണിൽ സ്റ്റോപ്പുണ്ട്. അവിടുന്ന് ഒരു 6:20 ആകുമ്പോൾ നമ്മുടെ പുതുനഗരത്ത് സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞ് കൊല്ലങ്കോട് സ്റ്റോപ്പുണ്ട് 6:30. പിന്നീട് 6:40 മുതലമട. അതിനുശേഷം കേരളത്തിലെ സ്റ്റോപ്പ് തീർന്നു. പിന്നെ മീനാക്ഷിപുരം, അന്നൈമലൈ റോഡ്, പൊള്ളാച്ചി ജംഗ്ഷൻ, ഗോമംഗലം, ഉദുമലപ്പെട്ടി, പളനി. 120 കിലോമീറ്റർ, അതായത് പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് 120 കിലോമീറ്ററേ ഉള്ളൂ. പഴനിക്ക് 60 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇത് ട്രെയിൻ നമ്പർ 167-31 തിരുച്ചെന്തൂർ എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 167-32 ആയിട്ട് രാത്രി 7 മണിക്ക് പഴനിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രാത്രി ഒരു 9:45 നമ്മുടെ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രെയിനാണ്, പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ്. പാലക്കാട് ഭാഗത്തേക്കുള്ളവർക്കൊക്കെ പഴനിയിലേക്ക് പോകാൻ ഒരുപാട് ഉപയോഗമാകുന്ന നല്ലൊരു ട്രെയിനാണിത്. അൺറിസർവ്ഡ് ആയിട്ടുള്ളൊരു ട്രെയിനാണ്. സീറ്റിനൊന്നും വലിയ പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പിന്നെ 60 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഇവനാണ് രണ്ടാമത്തെ ട്രെയിൻ നമ്മളെ.
ഗൈസ്, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ട്രെയിൻ നമ്പർ 22652 MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. പാലക്കാട് ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചെന്നൈ വരെ പോകുന്ന ട്രെയിനാണ്. ഈ ട്രെയിൻ വൈകുന്നേരം 4:10 നമ്മുടെ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു 6:15 നമ്മുടെ പഴനിയിലേക്ക് എത്തിച്ചേരും. ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് സെക്കൻഡ് സിറ്റിങ്ങിന് 75 രൂപയും സ്ലീപ്പറിന് 145 രൂപയും തേർഡ് എ സിക്ക് 505 രൂപയും സെക്കൻഡ് എ സിക്ക് 710 രൂപയും ഫസ്റ്റ് എ സിക്ക് 1175 രൂപയാണ്. ഞാൻ പറയുന്നത് നമ്മുടെ പാലക്കാട് നിന്ന് പഴനി വരെയുള്ള ടിക്കറ്റ് റേറ്റിൻ്റെ കാര്യമാണ് നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ. ഗൈസ്, അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതൊരു ട്രെയിൻ കാര്യം പറഞ്ഞില്ല, 167-31 തിരുച്ചെന്തൂർ എക്സ്പ്രസ്. അതിന് ഞാൻ ട്രെയിൻ ടിക്കറ്റ് പറഞ്ഞേക്കുന്നത് അൺറിസർവ്ഡിന് 60 രൂപയാണ്. അത് കറക്റ്റ് 60 രൂപയാണോ എന്നുള്ളതിൽ എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും 60 രൂപയിൽ മേളിലാവത്തില്ല, കുറയാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ആ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഒന്ന് തിരുത്തിയേക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മൂന്നാമത്തെ, അതായത് കേരളത്തിലെ നമ്മൾ പഴനിയിലേക്ക് പോകാൻ പറ്റുന്ന മൂന്നാമത്തെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പം ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാനൊന്ന് പറഞ്ഞുതരാം. പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്നു 4:10, പിന്നെ 4:20 പാലക്കാട് ടൗണിലാണ് സ്റ്റോപ്പ്, പിന്നെ നേരെ പൊള്ളാച്ചി, ഉദുമലൈപ്പേട്ടൈ, പളനി. ഇത്രയേ ഉള്ളൂ. 1, 2, 3, 4 അഞ്ചാമത്തെ സ്റ്റോപ്പ് നമ്മുടെ ഈ ട്രെയിൻ പഴനിയിലേക്ക് എത്തിച്ചേരും. ഇതൊരു അടിപൊളി ട്രെയിനാണ് കേട്ടോ, നമ്മുടെ ഈ MGR ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സേ. മാത്രവുമല്ല ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 22651 ആയിട്ട് പഴനിയിൽ നിന്നും രാവിലെ 7 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 9:30 നമ്മുടെ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നിലവിൽ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് പഴനിയിലേക്ക് പോകാൻ ഈ ഒരു 3 ട്രെയിനുകളേ ഉള്ളൂ. 1 അമൃത എക്സ്പ്രസ്, 2 പാലക്കാട് തിരുച്ചെന്തൂർ എക്സ്പ്രസ്, 3 MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഈ ഒരു 3 ട്രെയിനുകൾ മാത്രം. ഈ ഒരു 3 ട്രെയിനുകൾ നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 3 ട്രെയിനും എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. അങ്ങോട്ടും സർവീസ് നടത്തുന്നുണ്ട്, ഇങ്ങോട്ടും സർവീസ് നടത്തുന്നുണ്ട്. അപ്പം നിലവിൽ ഈ ഒരു 3 ട്രെയിനേ ഉള്ളല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. കണ്ണൂർ ഭാഗത്തേക്കുള്ളവർക്കും പഴനിയിലേക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ നമുക്ക് ഓൺലൈൻ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഓഫ്ലൈനായിട്ട് ഒന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യൻ റെയിൽവേയുടെ അറിവിൽ കണ്ണൂരിൽ നിന്ന് ഡയറക്റ്റ് പഴനിയിലോട്ട് നമുക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ണൂർ ഭാഗത്തുനിന്നും അവിടെ ഉള്ളവർക്കൊന്നും. ഞാൻ പറയാൻ പോകുന്നത് അൺറിസർവ്ഡ് ആയിട്ട് നമുക്ക് നോർമലി റെയിൽവേ സ്റ്റേഷനിൽ പോയി എങ്ങനെ കണ്ണൂരിൽ നിന്ന് പഴനിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് കടക്കാം. ഇനി ആ ഒരു വീഡിയോ ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഈ ട്രെയിൻ നമ്പർ ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, വീഡിയോ ശ്രദ്ധയോടെ ഒന്ന് കേട്ടാൽ മതി. ഞാൻ പറഞ്ഞു തരാം. ട്രെയിൻ നമ്പർ 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ഉണ്ട്. ഇതെല്ലാ ദിവസവും നമ്മുടെ കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തുന്ന ട്രെയിനാണ്. രാവിലെ 6 മണിക്ക് കണ്ണൂരിൽ നിന്ന് എടുക്കും. ഒരു 1:45 നമ്മുടെ കോയമ്പത്തൂരിലേക്ക് ഈ ട്രെയിൻ എത്തിച്ചേരും. അപ്പം ഇതേ ട്രെയിൻ തന്നെ 1:45 കോയമ്പത്തൂർ എത്തിത്തീരുന്ന നമ്മുടെ ഈ ട്രെയിൻ ഉണ്ടല്ലോ, ആ ട്രെയിൻ തന്നെയാണ് ട്രെയിൻ നമ്പർ 16721 ആയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 എടുത്തു കഴിഞ്ഞാൽ രാത്രി ഒരു 7:30 നമ്മുടെ മധുരയിലോട്ട് പോയി മധുരൈ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ട്രെയിൻ നമ്പർ 16721 കയറി കഴിഞ്ഞാൽ നമുക്ക് പഴനിയിലോട്ട് എത്താൻ പറ്റും. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ട്രെയിൻ നമ്പർ 16607 നമ്മൾ കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂരോട്ട് കയറി യാത്ര ചെയ്യുക. ആ ട്രെയിൻ തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷം കോയമ്പത്തൂരിൽ നിന്ന് നമ്മുടെ മധുരയിലോട്ട് പോകുന്നത്. ആ ട്രെയിനിൽ നമുക്ക് പഴനിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഉച്ചയ്ക്ക് ശേഷം 2:30 കോയമ്പത്തൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ 4:40 ആകുമ്പോഴത്തേക്കും നമ്മുടെ പഴനിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. റൈറ്റ് ഷെയറിംഗ് ആണ് ഈ ട്രെയിൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കണ്ണൂരിൽ നിന്ന് പഴനിയിലോട്ട് ഓൺലൈനിൽ ടിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടൂല. നോ ട്രെയിൻസ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. മാത്രമല്ല 2 ട്രെയിൻ നമ്പറിൽ ഒരേ ട്രെയിൻ സർവീസ് നടത്തുക. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് കാര്യം കത്തിയോ? അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയും ഒരു ചൂസ് ചെയ്ത് യാത്ര ചെയ്യാം. അതായത് ഞാൻ കണ്ണൂർ ഭാഗത്തുള്ളവരുടെ കാര്യമൊക്കെ പറയുന്നത്. അവർക്ക് ഈ ഡയറക്റ്റ് പഴനിയിലോട്ട് ട്രെയിനിൽ പോകാൻ ചില ആൾക്കാർക്ക് ഇത് അറിയാം, ചില ആൾക്കാർക്ക് ഇത് അറിയത്തില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ട്രെയിൻ നമ്പർ 16607 കണ്ണൂർ കോയമ്പത്തൂർ ട്രെയിനിൻ്റെ സ്റ്റോപ്പുകളാണെന്ന് പറയാം. കണ്ണൂരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ സൗത്ത്, എടക്കോട്ട്, തലശ്ശേരി, ജഗന്നാഥ് ടെമ്പിൾ ഗേറ്റ്, മാഹി, വടകര, പയ്യോളി, തിക്കോട്ടി, കൊയിലാണ്ടി, ഏലാറ്റൂർ, വെസ്റ്റ് ഹില്ല്, കോഴിക്കോട്, കല്ലായി, ഫിറോക്ക്, കടലുണ്ടി, വള്ളിക്കുന്ന്, പരപ്പനങ്ങാടി, താനൂര്, തിരൂര്, തിരുനൈവായ, കുറ്റിപ്പുറം, പിന്നെ നമ്മുടെ പള്ളിപ്പുറം, പട്ടാമ്പി, ഷൊർണൂർ ജംഗ്ഷൻ, ഒറ്റപ്പാലം, പാലക്കാട് ജംഗ്ഷൻ,
കഞ്ഞിക്കോട്, വാളയാറ്, എറ്റിമടൈ, പുടന്നൂർ ജംഗ്ഷൻ, കോയമ്പത്തൂർ ജംഗ്ഷൻ ഇത്രയിലാണ് ഈ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത്. നമ്മുടെ ട്രെയിൻ നമ്പർ 16607. അപ്പം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ ടിക്കറ്റ് ചാർജ് വരുന്നത് 55 രൂപ. പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് പഴനി വരെയും ടിക്കറ്റ് ചാർജ് വരുന്നത് 55 രൂപ. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇതേ ട്രെയിൻ തന്നെ തിരിച്ചും സർവീസ് ഉണ്ട്. അതായത് കോയമ്പത്തൂർ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിട്ട് 167:22 ആയിട്ട് 9:15 ആ ട്രെയിൻ പഴനിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു 12:10 ആകുമ്പോഴത്തേക്കും നമ്മൾ കോയമ്പത്തൂരിലേക്ക് എത്തും. ആ ട്രെയിൻ തന്നെ നമ്മുടെ കണ്ണൂർ നമ്മൾ കോയമ്പത്തൂർ വന്നില്ലേ, ആ ട്രെയിൻ നമ്പറിൽ 166:08 ആയിട്ട് 1:50 നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം എടുത്തു കഴിഞ്ഞാൽ രാത്രി ഒരു 8:50 നമ്മൾ കണ്ണൂരിലേക്ക് എത്തിച്ചേരും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോ ശ്രദ്ധയോടെ കേൾക്കണം. പെട്ടെന്ന് കത്തണോ എന്ന് എനിക്ക് സംശയമാണ്. എന്നാലും എന്നുള്ള രീതിയിൽ ഞാൻ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതായത് കണ്ണൂരിൽ നിന്ന് നമ്മൾ കോയമ്പത്തൂർ പോകുന്നതും കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ നേരെ പഴനി പോകുന്നതും അതേപോലെ നമുക്ക് തിരിച്ചും സർവീസ് ഉണ്ട്. പിന്നെ ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി സർവീസാണ്. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇന്ത്യൻ റെയിൽവേയുടെ അറിവിൽ ഡയറക്റ്റ് ഓൺലൈനിലായിട്ടൊന്നും കണ്ണൂരിൽ നിന്ന് ഡയറക്റ്റ് പഴനി ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സ്ലീപ്പർ ആണെങ്കിലും എന്തുവാണെങ്കിലും ഒന്നും പറ്റത്തില്ല. ആകെയുള്ളൊരു മാർഗ്ഗം ഇതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് കേരളത്തിൽ നിന്ന് ട്രെയിനിലേക്ക് പഴനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപയോഗപ്രദമായി എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇനി ഇതുപോലത്തുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകാൻ, ട്രെയിനിൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. ഇന്ന സ്ഥലത്ത് ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നിലവിൽ ഇത്രയും ട്രെയിൻ നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് പോകാൻ. അപ്പോൾ പഴനിയിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും നമുക്ക് വേണം. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിടണം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ 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 ബൈ.